ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാലത്ത് ട്രെൻഡിങ് ആയി കടന്നിരുന്ന സെൻറ്റാങ്കിൾ ആർട്ടാണ്. ഈ സെൻറ്റാങ്കിൾ ആർട്ടിനെ പറ്റി എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലയെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇത് ചെയ്യാനും വളരെയധികം സിമ്പിളാണ്. ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അത് സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഒരു റെയിൻ ഡ്രോപ്സിൻ്റെ പോലെ വരച്ചാലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്ന് കറക്റ്റ് സമയത്ത് തന്നെ ആ സ്പോട്ടിൽ കറണ്ട് പോയി. എന്നിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയി ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഇപ്പോഴും ഞാൻ ഡബ് ചെയ്യുന്ന സമയത്തും ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് പെൻസിൽ ഷെയ്ഡിങ്സൊക്കെ കൊടുത്തിരുന്നു. ഈ ഷെയ്ഡിങ് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിച്ചാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാക്സ് ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് പെൻസോ പെയിൻസൊക്കെ വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിലും ബ്രഷ് പെൻസ് ഉണ്ടായിരുന്നു, ഇത് മഷി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ചെയ്യാൻ നേരത്താണ് നോക്കിയത്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. നാളെ കാണുന്നവരെ ബൈ.